ഹായ്, ഇതൊരു ഫ്രൈഡേ മോർണിംഗ് ആണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഏപ്രിൽ 18, 2025. രാവിലെ നേരെ പോയത് കോഫി ഹൗസിലോട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ആസ് യൂഷ്വൽ മസാല ദോശയും കാപ്പിയാണ് സ്ഥിരം കോഫി ഹൗസിൽ നിന്ന് കഴിക്കുന്നത്. സോ അവിടുന്ന് ഇറങ്ങി നേരെ പോണത് എടപ്പള്ളിയിലെ ഗണപതി അമ്പലത്തിലാണ്. സോ എടപ്പള്ളി അമ്പലം എന്നും അതിന് പറയും. സോ അങ്ങനെ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് നേരെ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാർക്കിംഗ് സ്പേസാണ് ആദ്യം കാണുക. ലെഫ്റ്റ് സൈഡിൽ കാർ പാർക്കിങ്ങിനും റൈറ്റ് സൈഡിലാണെങ്കിൽ 2 വീലർ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഒരു കുട്ടി അമ്പലമാണ്, കുട്ടി പാലസാണ്. ഇവിടെ ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ഭയങ്കര വന്ന് റിലാക്സ് ചെയ്ത് തൊഴുത് കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് പാലസിൻ്റെ ചേതി എന്നൊക്കെ പറയില്ല, അവിടെയൊക്കെ ഇരുന്നിട്ട് പോകാൻ പറ്റും. ഇങ്ങനെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ സൈഡിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. റൈറ്റ് സൈഡിൽ കൗണ്ടേഴ്സ്, അതായത് നമുക്ക് വഴിപാട് ഷീട്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ബാക്ക് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതുവഴിയും നമുക്ക് അകത്തേക്ക് വരാൻ പറ്റും. അപ്പം അതുവഴി കയറുന്നവർക്ക് ഈ നടപ്പാതയിലൂടെ നടന്ന് മെല്ലെ മെല്ലെ നടന്ന് അമ്പലത്തിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു വഴിയാണിത്. അങ്ങനെ നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മെല്ലെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വഴിപാട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതുണ്ട്, തേങ്ങ നാളികേര വഴിപാട് ചെയ്യുന്ന സ്ഥലമാണ്. ആ ചാക്കിലൊക്കെ ഉടച്ച തേങ്ങകളാണ്, ഈ വഴിപാട് വഴി ഉടച്ച തേങ്ങകളാണ് അത്. പിന്നെ അതിൻ്റെ ബാക്കിലാണെങ്കിലും നോക്കിയാൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തിരി കത്തുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ തിരി വഴിപാടിൻ്റെ സ്ഥലം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു കുട്ടി അമ്പലമാണ്, ഒരു കുട്ടി പാലസാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബാംഗ്ലൂർ പോയാൽ കൊള്ളാമെന്ന് തോന്നിയത്. അങ്ങനെ ടിക്കറ്റ് നോക്കി, ടിക്കറ്റ് കിട്ടി. രാത്രി 8:30 പാലാരിവട്ടത്തുനിന്ന് കയറി. അപ്പം ഒരു സ്ലീപ്പറാണ്, സെമി സ്ലീപ്പറിലാണ്. എനിക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും. സോ ഞാൻ ഇരുന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ മടിവാളയിൽ സെക്കൻഡ് ക്രോസിലാണെന്ന് തോന്നുന്നു, അയ്യപ്പ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡായിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇതാണ് ആ PG എന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയായപ്പോഴേക്കും നമ്മൾ മേഘന ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കോർമംഗലയുള്ള. സോ ഇവിടെ കണ്ടോ, റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല, ഒരു ഭംഗിയില്ല. പക്ഷേ നമ്മുടെ മേഘ്ന ഫുഡ്സ് എത്തിയപ്പോൾ ഹാപ്പിയായി. അവിടെ ഹൈദരാബാദി ബിരിയാണിയാണ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും കാലിയായിട്ടുള്ള മേഘ്ന ബിരിയാണി കാണുന്നത്. എപ്പോഴും ഭയങ്കര റഷായിരിക്കും, കുറേ നേരം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഒറ്റക്കാണ് വന്നത്. എൻ്റെ ഫ്രണ്ട് കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോസ്റ്റായി. ഞാൻ മെനു ഒക്കെ വായിച്ചിങ്ങനെ ഇരുന്നു, വായിച്ച് പഠിച്ച്. ആക്ച്വലി എന്താണ് കഴിക്കേണ്ടതെന്നുള്ളത് എനിക്ക് ആക്ച്വലി മെനുവിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ബിരിയാണി തന്നെയാണ് കഴിക്കുക. അപ്പം ജസ്റ്റ് ഇങ്ങനെ അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയെന്ന് മാത്രം. അപ്പം നേരെ പോയത് നോൺ വെജ് ബിരിയാണി സെഷനിലോട്ടാണ്. സോ അതിൽ ഞാൻ സെലക്ട് ചെയ്തത് ചിക്കൻ ബോൺലെസ് ബിരിയാണിയാണ്. സോ അതിൻ്റെ റേറ്റ്സൊക്കെ സൈഡിൽ കാണാൻ പറ്റും, കൺകുളിർക്കി കണ്ടോളൂ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഒരു റേറ്റും കാര്യങ്ങളും. അങ്ങനെ മെനു ഒക്കെ നോക്കിയിരിക്കുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നു, ശ്വേത എന്നാണ് പേര്. നമ്മൾ ഇൻഫോസിസിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലെ ഇടയ്ക്ക് ഞാൻ ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് ശ്വേതനെ വിളിക്കും. അവൾ അവൈലബിൾ ആണെങ്കിൽ നമ്മളിതുപോലെ ഏതെങ്കിലും ഫുഡ് സ്പോട്ട്സിൽ അല്ലെങ്കിൽ മോൾസിലൊക്കെ വെച്ചിട്ട് കാണും. നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ മോൾസിലൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും മടിവാള എൻ്റെ PGയിലോട്ടേക്ക് നടന്ന് പോകുന്ന വഴി ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ഇതൊക്കെ ആ ഒരു വാക്കിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്തതാണ്. ഈവനിങ്ങിൽ അയ്യപ്പ ടെമ്പിളിൽ പോകണമെന്നുണ്ടായിരുന്നു. അയ്യപ്പ ടെമ്പിൾ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലുള്ള സമയത്ത് അമ്മ ഇടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കും, ഇന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ അങ്ങനെ നിർബന്ധപ്രകാരം പോകുന്ന അമ്പലമാണിത്. അവിടെ അടുത്ത് ഈ അമ്പലമായതുകൊണ്ടാണ് ഇവിടെ പോകുന്നത്. അയ്യപ്പ ടെമ്പിൾ എന്ന് പറയുന്നത് അവിടെ അത്യാവശ്യം ഫേമസ് ആണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കാണിത്. ഇതും ഞാൻ അധികം പോകാറൊന്നുമില്ല. നമ്മളിപ്പം ഒരു ഫ്രണ്ടിനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം നമുക്ക് ഇരിക്കാൻ കുറച്ച് കാല് കഴിച്ചു എന്നൊക്കെ വിചാരിക്കുമ്പം അവിടെ കയറിയിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതല്ലാതെ ഞാനിവിടെ അങ്ങനെ കയറാറില്ല. ഇതെന്ന് പറയുന്നത് ഒരു മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്കിനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. അതല്ലാതെ ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് പാർക്കൊന്നുമല്ല. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ കുറച്ച് സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സോ ഇതാണ് മടിവാള പാർക്ക് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ 7th ക്രോസിലേക്കാണ്. മടിവാളയിൽ തന്നെ 7th ക്രോസ്. 7th ക്രോസിൽ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ 7th ക്രോസിലായിരുന്നു ഞാൻ പണ്ട് താമസിച്ചിരുന്ന PG. ഇപ്പം അവിടെ ആ PG ഇല്ല, അതിപ്പം ഒരു അപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ ഞാനിപ്പം പോകുന്നത് അവിടെ ഞാൻ പണ്ട് നിന്ന PGൻ്റെ അടുത്തായിട്ട് ഒരു ഗോപി ചേട്ടൻ വരുമായിരുന്നു. ഗോപി ചേട്ടൻ മീൻസ് ഗോപി മഞ്ചൂരിയൻ വിൽക്കുന്ന ചേട്ടൻ, അതാണ് ഗോപി ചേട്ടൻ. സോ അതൊരു വണ്ടിപ്പീടിയാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവാണ് ഇന്ന് ഉണ്ടാവണേന്ന് വിചാരിച്ചിട്ട്. കഴിഞ്ഞ 1-2 തവണ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഈ ബ്ലൂ കളർ വണ്ടിയാണ്. സോ ഞാൻ ഒരു സിംഗിൾ അല്ലെങ്കിൽ ഹാഫ് പ്ലേറ്റ് കഴിച്ചു. 30 rupees തന്നെ, റേറ്റിനൊന്നും മാറ്റമൊന്നുമില്ല, സെയിം ടേസ്റ്റും. അപ്പോൾ അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ പാക്കപ്പ് ചെയ്യുവാണ് ബാംഗ്ലൂരിൽ നിന്ന്. അങ്ങനെ ആ ഒരു എൻ്റെ ലാസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഇൻ ബാംഗ്ലൂർ ഞാനിങ്ങനെ എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ പകർത്തിയതാണ് ഈ കാണുന്നത്.
എനിക്ക് പിക്കപ്പ് പോയിൻ്റ് വരുന്നത് ഇവിടെ അടിവാള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റോപ്പിലാണ്. സോ ആ ഒരു സ്കൈ വേ ബ്രിഡ്ജുണ്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ആ ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ജേർണി ടു ബാംഗ്ലൂർ ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പം നിങ്ങളും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.